റെസ്റ്റ് എടുക്കാം കേട്ടോ. സാരമില്ലടി, ഞാനവിടെ കാണാം. ഫ്രഷ് ആവട്ടെ. ആ പറ ബ്രോ. അത് വേറൊന്നുമല്ലടി, മാധവേട്ടൻ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നാളെ അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് അങ്ങ് എത്തും. നിങ്ങൾ നാട്ടിൽ വന്നു എന്നറിഞ്ഞു. വരും ഒന്ന് കരുതിയിരുന്നോ? ഓ, മാധവേട്ടൻ വരുമല്ലേ? ആ എന്നാ ശരിയടാ, ഇനി അപ്പം കാണണ്ട, പിന്നെ വിളിക്കാം. ആരാ വിളിച്ചേ? നിന്റെ ചായ. അവനോ? അവനെന്താ പെട്ടെന്നൊരു വിളി? അത് അമ്മായിയപ്പൻ ഇങ്ങോട്ടൊന്ന് വരണോന്ന്. സോ ഒന്ന് സുഷിയും കണ്ടിരിക്കാൻ പറഞ്ഞതാ. അടങ്ങടി, അപ്പനല്ലേ? അല്ല, അപ്പനെപ്പോലും നാളെ എത്തുമെന്നാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട്. നാളെ എത്തുമായിരിക്കും. അയ്യോ, നാളെ വരത്തോളല്ലേ? നാളെ എനിക്ക് ഒന്ന് പുറത്തിറക്കണമായിരുന്നു. ഇവിടെ സാധനങ്ങളൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ ഒരു ദിവസത്തേക്കെങ്കിലും. നീ പൊക്കോ, പോയിട്ട് വരുമ്പോഴത്തേക്ക് വരുമായിരിക്കും. നാളെയല്ലേ, നാളെ നോക്കാം. എന്തായാലും ഇപ്പം എൻ്റെ വൈഫ് വാ, നമുക്ക് കിടന്ന് ഉറങ്ങാം. എനിക്ക് ഉറക്കം വരുന്നടി. എൻ്റെ കൂടെ കിടക്കുന്നതൊക്കെ കൊള്ളാം. നീ കട്ടിലിൻ്റെ അപ്പുറത്തെത്തും, ഞാൻ ഇപ്പുറത്തെത്തും. അത് മതി, ഇതിനാ വെറുതെ. എന്നാ ഞാൻ ഇറങ്ങുക കേട്ടോ. ആടി പോയിട്ടോ. നീ ഇവിടെ നിന്നാ ചിലപ്പോൾ പോവാൻ താമസിക്കും. ചെല്ല, പോയിട്ടോ. ആ ഓക്കെ. ഇതിനിടയ്ക്ക് അപ്പം വരുവാണെങ്കിൽ വഴക്കിനൊന്നും പോകരുത്, നല്ല കൊച്ചായിട്ടിരിക്കണം കേട്ടല്ലോ. ഓ കേട്ട്. എന്നാ ശരി, ഞാൻ പോവാണേ. குமம் ஏன் சூடினாய் கோலமுத்தத்தில் களையத்தான் கூரைப்பட்டி ஏன் உடுத்தினாய் கூடல் பொழுதில் கசங்கத்தான் மங்கை கூந்தல் மலர்கள் ആരിത്? മാഷോ? മാഷെന്താ മാഷേ ഈ വഴിക്കൊക്കെ? ഇങ്ങോട്ടൊക്കെയുള്ള വഴി അറിയാവോ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ ഇവിടൊക്കെ? ആ എന്നാ മാഷിരിക്ക്, ഒരു ചായ എടുക്കാം. ആ, നീ ചായയൊക്കെ ഇടുമോ? ആ സാഹചര്യമല്ലേ, പഠിക്കാം. അല്ല, എന്തു പറ്റി മാഷ് ഇങ്ങോട്ടൊക്കെ വരാൻ? സാധാരണ ഈ വരവ് പതിവില്ലാതെയാണല്ലോ. ഞങ്ങൾ വന്നാൽ പോലും ഇങ്ങോട്ടൊന്നും വരാത്തയാണല്ലോ. കൊല്ലം കുറച്ചായില്ലേ ഇവിടുന്ന് പോയിട്ട്. ഇനി ഈ വരവ് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതാ ഒന്ന് കൊണ്ടേക്കാന്ന് വെച്ചത്. ഓ, അപ്പം അന്വേഷിച്ച് വരാനൊക്കെ അറിയാം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വന്തം മോളെ സംശയിച്ച അപ്പനും അമ്മയല്ലേ. തിരക്ക് വരട്ടെന്ന് വെച്ച് ഞാനും തിരക്ക് വരുമെന്ന് അറിയണമല്ലോ. അല്ല, ഇനിയെങ്കിലും മനസ്സിലായോ? സ്നേഹം തോന്നുന്നത് ആണിനും പെണ്ണിനും മാത്രമല്ലെന്ന് സ്വന്തം ജെൻഡറിലുള്ളവർക്കും തോന്നാം. അതിപ്പം ഞാനും ചെയ്തു പോയി, അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. അറിയാം ഞങ്ങൾ ചെയ്തത് തെറ്റാന്ന്. കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ കൂടിയേ ഞാൻ വന്നത്. നീ തിരിച്ചു വരണം, തിരിച്ച് മംഗളത്ത് തറവാട്ടിലേക്ക് തിരിച്ചു വരണം. നീ വന്നാലേ അവളെല്ലാം തിരിച്ചു കിട്ടൂ. തിരിച്ചു വരാം. ഈ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഞാൻ വരും. ഞാൻ അറിഞ്ഞു കൊടുത്ത പ്രശ്നങ്ങളൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഈ വിളി. ഇനി മംഗളം തറവാട് തിരിച്ചു കിട്ടും. ഈ വാക്ക് കൃഷ്ണയുടെയാ. കൃഷ്ണ തന്ന വാക്കുകളൊന്നും ഇതുവരെ തെറ്റിച്ചിട്ടില്ല, ഇത് തെറ്റിക്കുകയില്ല. അതുകൊണ്ട് വിശ്വസിക്കാം. ഞാനിപ്പോൾ നിന്നോട് അങ്ങനെ നന്ദി പറയും. എന്തായാലും ക്ഷമിക്കണം. അപ്പം ചെയ്ത പാപത്തിന് ഞാൻ മാപ്പ് ചോദിക്കുക. ആ അപ്പനും മക്കളൊന്നായോ? നമ്മൾ പുറത്തോ? അപ്പനെപ്പോ വന്നപ്പാ? ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയോടാ. എന്നാൽ ഞാൻ ചായ എടുക്കാം. അവളെ ചായ എടുത്തൊന്നും കാണത്തില്ലല്ലോ അല്ലേ? വേണ്ടടാ, ഞാൻ ഇറങ്ങുക. നിങ്ങൾ നാളെ ഇങ്ങോട്ട് കേട്ടോ.
അപ്പം വന്നതേ ഉള്ളല്ലോ, ഒന്നും കഴിച്ചില്ലല്ലോ. കഴിച്ചിട്ട് പോവാപ്പാ. വേണ്ടടാ, ഞാൻ പോവാട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാ അത്? മോളെ, കേറി വാടാ നീ. നിങ്ങൾ വരുമെന്ന് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. ഈ അമ്മേനോട് ക്ഷമിക്കണേ മക്കളെ, ഒരു തെറ്റ് പറ്റിപ്പോയി. അമ്മേനെ മാപ്പൊന്നും ചോദിക്കണ്ട, ഞങ്ങളൊക്കെ എന്താ വിട്ടതാ, അതൊക്കെ വിട്. പിന്നെ ഞങ്ങൾ വരാഞ്ഞത് നിങ്ങൾ വിളിക്കാതെ എങ്ങനെ ഇങ്ങോട്ട് വരിക? നിങ്ങളെ വിളിക്കണ്ടേ? ഇനി അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടൈം കളയണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പോട്ടെ. നമ്മൾ സങ്കടപ്പെടണം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ സങ്കടപ്പെടരുത്, എല്ലാവരും പറയാറില്ലേ? അപ്പോൾ പിന്നെ അതൊക്കെ കളയാ. ആ, നിങ്ങൾ വന്ന കാലം തന്നെ നിൽക്കുക. അകത്തേക്ക് കയറി പിള്ളേരെ. ആ, വരുന്നപ്പാ. അമ്മ വാ. ഏതോ വാടി, അകത്തേക്ക് കയറാം. ശിശിരകാലം മഞ്ഞു തൂകി പുലരിപ്പു മെല്ലെ